കൊറോണ മുത്തച്ഛനെ പോലെ പനി പടർത്തി ആളുകൾക്കിടയിൽ പനി പരത്തി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അന്നൊരു മഴക്കാലത്ത് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. മഴക്കാലത്ത് വീട്ടിൽ നിന്നിറങ്ങിയ അവർ ഇതുവരെ തിരിച്ചു വന്നില്ല. ഡോക്ടർമാർ കുറിച്ചു കൊടുത്ത ഡോളോ 650 ആളുകൾ കഴിച്ച് അവർ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ഫ്ലൂ ചേട്ടൻ പനി പടർത്തുന്നുണ്ടെങ്കിലും എൻ്റെ വൈരാഗ്യം പുലിമുരുകനെ പോലെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് 5 വയസ്സ് തികഞ്ഞിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ എന്നെ സ്കൂളിൽ വിടാൻ ആരുമില്ല. അതിലാൻ എന്നെപ്പോലെ ഒരു കുട്ടിയും സ്കൂളിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾ പരീക്ഷ എഴുതുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവരെ ആ സമയത്തു തന്നെ പിടികൂടും. അവരൊക്കെ ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ കൈ കൊട്ടിച്ചിരിക്കും. അവരുടെ തൊണ്ടയിലിരുന്ന് ചുമയ്ക്കുമ്പോൾ ഊഞ്ഞാലാടുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. ചെറിയ കുട്ടികൾ കഴിഞ്ഞാൽ അവരുടെ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് എൻ്റെ അടുത്തീര. അത് കഴിഞ്ഞാൽ അവരുടെ അമ്മമാരും. എനിക്ക് കിട്ടാത്ത സ്നേഹം അവർക്കെന്തിനാ? കുറച്ചുനാൾ അമ്മമാരും ബോധമില്ലാതെ കിടക്കട്ടെ. പനി മാറിയാലും അവരുടെ ശബ്ദം അത്ര പെട്ടെന്നൊന്നും ഞാൻ കൊടുക്കില്ല. എനിക്ക് കിട്ടാത്ത താരാട്ടുപാട്ട് അവർ കേട്ട് സുഖമായി ഉറങ്ങണ്ട. ഞാൻ അവരുടെ അച്ഛന്മാരെ അധികം ഉപദ്രവിക്കാറില്ല. കാരണം എനിക്കെൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴിതാ ഡോക്ടർമാർ എന്നെ കൊല്ലാൻ ഡോളോ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ വീടുകളിലും പനി പരത്തി ഞാൻ കുറച്ച് ക്ഷീണിതനായിട്ടുണ്ട്. കുറച്ചു നാളത്തെ അവധിക്ക് ശേഷം തിരിച്ചു വരാം. ശുഭപ്രതീക്ഷയോടെ ഇൻഫ്ലുവൻസ കുട്ടി.